ട്രംപ് സൗദി ഭയങ്കര പ്രഷറാണ്. സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഡിഫൻസ് കരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആക്രമിച്ചാൽ ഞാൻ ഓടി വരും, പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഓടി വരും. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യ വളരെ കൺസേൺഡ് ആവുകയും നമ്മൾ പല ഒപ്പീനിയനൊക്കെ പറയുകയൊക്കെ ചെയ്തു. സൗദി രാജാവ് എന്തിനാണ് ഇങ്ങനെ മലക്കം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ നമ്മൾ പോയി UAE ഗവൺമെൻറ്, സൗദിയുടെ ശത്രുവാണ് UAE ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഇതുപോലെ ഡിഫൻസ് കരാർ ഒപ്പിട്ടു. അപ്പോൾ ഇപ്പോൾ സൗദിയെ ആക്രമിച്ചു, അരാംകോയൊക്കെ മിസൈലിട്ട് തകർത്തു. അപ്പം നാച്ചുറലായിട്ടും പാകിസ്ഥാൻ വരണം, പാകിസ്ഥാൻ വന്നില്ല. അപ്പം സൗദി പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്യൂ, ഞങ്ങളത് ആക്രമിച്ച കണ്ടില്ലേ, നിങ്ങൾ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്രോവിൻസ് വഴി അകത്ത് കയറി, നിങ്ങൾ ഇറാനേക്കാളും വലിയ പവർഫുള്ളാണ്, നിങ്ങൾക്ക് മറ്റേ ന്യൂക്ലിയർ ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത്, നിങ്ങൾ അവിടെ ഒരു ഫ്രണ്ട് തുടങ്ങൂ. അപ്പോൾ പാകിസ്ഥാൻ അത് കേട്ട ഭാവം നടിച്ചില്ല. അപ്പോൾ ട്രംപ് സൗദി ചെന്ന് ട്രംപിനെ പ്രഷറൈസ് ചെയ്തു. അപ്പോൾ ട്രംപ് നോക്കിയപ്പം അതൊരു നല്ല ഐഡിയയാണ്. പാകിസ്ഥാൻ വഴി ഇറാനെ ആക്രമിക്കാൻ അവിടെ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്താൽ ട്രംപ് നോക്കിയപ്പം ഇന്ത്യക്ക് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പാകിസ്ഥാൻ ഇറാൻ ആക്രമിച്ച അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റും മറ്റേ മുല്ല മുനീറും നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ഫീൽഡ് മാർഷലല്ലേ, അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അമേരിക്ക എടുത്തും പറഞ്ഞു സൗദി എടുത്തും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളാണ്, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര യുദ്ധമാണ്, ഞങ്ങളൊരു മുള്ളംപന്നിയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ പിന്നെ നിങ്ങൾ കടുവയുടെ വാലിൽ പോയി പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഒരു കൊമ്പനാനെ ഞങ്ങൾക്ക് നേരെ വരും ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറാനെ ഇപ്പോൾ ആക്രമിക്കാൻ ഓർത്തില്ല. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന് മിസൈലിടുക, അതുപോലെ പാകിസ്ഥാൻ അത് പ്രതിരോധിക്കും. പക്ഷെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഷിയാക്കൾ പാകിസ്ഥാനിലെ ടോട്ടൽ മുസ്ലിംസിൻ്റെ 25% ഷിയാക്കൾ വരും. അവർ വരുന്നത് കൂടുതലും ഈ പക്തൂൺഖ്വയിലും പിന്നെ ജമ്മു കാശ്മീർ ഓക്കുപ്പൈഡ് പാകിസ്ഥാൻ ജമ്മു കാശ്മീർ ഏരിയയിലും ബാൾട്ടിസ്ഥാൻ അവിടെയൊക്കെയാണ് ഈ ഷിയാക്കൾ വരുന്നത്. ഈ ഷിയാക്കൾക്കുള്ള ഒരു പ്രശ്നം, ഷിയാക്കൾ ഭയങ്കര റിച്ചാണ്, ജന്മിമാരാണ് അവർ. സുന്നികൾ അത്ര റിച്ചല്ല അവരുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പം നമ്മുടെ പാർസികൾ ഭയങ്കര റിച്ചാണെന്ന് പറഞ്ഞ പോലെ ഈ ഷിയാക്കൾ നല്ല പവർഫുള്ളുമാണ്, അവർ റിച്ചുമാണ്. അപ്പം അവർ വിചാരിച്ച ഈ 25% മുസ്ലിംസ് വിചാരിച്ച ഇപ്പം തന്നെ പ്രകടനം തുടങ്ങി. ലാഹോർ ആക്രമിച്ചല്ലോ, ഈ ഇറാൻ്റെ യുദ്ധം വന്നപ്പോൾ ലാഹോർ ആക്രമിച്ചല്ലോ, റാവൽപിണ്ടിയിൽ സ്ഫോടനം നടന്നല്ലോ, അതെല്ലാം ഈ ഷിയാക്കളാണ്. അപ്പം ഈ പാകിസ്ഥാനകത്തൊരു വലിയ റിഫ്റ്റ് ഉണ്ടാവും. ഇമ്രാൻഖാനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഷിയാക്കളും അഫ്ഗാനിസ്ഥാനും കൂടെ ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഷിയാക്കളും അഫ്ഗാൻകാരും കൂടെ ഇപ്പം തന്നെ യുദ്ധമാണ്. അവർ തമ്മിൽ ഒരുമിക്കുകയും പാകിസ്ഥാൻ വലിയൊരു കറ്റാസ്ട്രോഫി ക്യാച്ച് 22 ക്വാക്ക്മയർ എന്നൊക്കെ പറയില്ല, അതിൽ പെട്ടുപോകും. അപ്പം ഈ ഡിഫൻസ് മിനിസ്റ്റർ ഈ ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് ചന്തു നായർ ഓർക്കുന്നുണ്ടായിരിക്കും, ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു, പാകിസ്ഥാനെ ഇസ്രയേലും പിന്നെ UAE എടുത്തു പറഞ്ഞു, നഹ്യാനും ഇന്ത്യയും ഇറാൻ കൂടെ ചേർന്ന് ഞങ്ങളെ ഒരുമിച്ച് ആക്രമിക്കാൻ വരികയാണെന്ന് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഇറാൻ യുദ്ധം വരുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കയറിയാൽ ട്രംപിനതറിയാം, കയറിയാൽ ഇന്ത്യക്ക് സന്തോഷം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ ഭയങ്കര യുദ്ധം ഉണ്ടാവും പാകിസ്ഥാനകത്ത്, ആഭ്യന്തര യുദ്ധം ഉണ്ടാവും. അല്ല, ഇറാനെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഇറാനെതിരായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം അത് ഉറപ്പാണ്. ട്രംപ് പറഞ്ഞത്, അതുകൊണ്ട് ട്രംപ് പറഞ്ഞ നിലപാടിനൊപ്പം പാകിസ്ഥാൻ നിന്നില്ല എന്നാണ്. പാകിസ്ഥാൻ ട്രംപ് പറഞ്ഞ പോലെ നിന്നില്ല. ട്രംപിന് പാകിസ്ഥാനെ നിവർത്തിയില്ല. പക്ഷെ ഇപ്പൊ ട്രംപ് മുനീറിനെയും നവാസ് ഷെരീഫിന്റെ ബ്രദർ പ്രധാനമന്ത്രിയെയും കൂടെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. വിളിച്ച് ഇത് പറയണത് ഇതാണ്, സൗദിയുടെ പ്രഷറുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലൂടെ നിൽക്കുമോ സൗദിയിലൂടെ നിൽക്കുമോ ട്രംപ്? അപ്പോൾ അതുകൊണ്ട് ആക്രമിക്കാൻ പറയും. അപ്പോൾ ആക്രമിക്കാൻ പറ്റില്ല, ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും കൂടെ പ്രശ്നം ഉണ്ടാകും, പിന്നെ ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞ പോലെ കേൾക്കാത്തതിനാണ് ട്രംപിൻ്റെ സ്ഥിരം പരിപാടി. ഇപ്പോൾ ചന്തു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇറാഖിൽ മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ
ഉണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ കയറിയത്. അവിടെ ഒന്നുമില്ലായിരുന്നു, മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ. സദാം ഹുസൈനെ പിടിക്കാൻ വേണ്ടി അവിടെ സൗദിയാണ് ചെയ്തത്, സൗദി ജയിപ്പിച്ചാണ്. അതേപോലെ ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇറാനിൽ കയറിയില്ലായിരുന്നെങ്കിൽ അവരത് ബോംബാക്കുമായിരുന്നു. അത് വേറെ കാര്യം, നമുക്ക് ഇറാനിലായിട്ട് കമ്പയർ ചെയ്യണ്ട. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പിന്നെ അവര് ട്രംപ് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു വരുന്നത് US-ഉം പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വിള്ളലുണ്ടായി തുടങ്ങി എന്ന് പറഞ്ഞാൽ നീ ഇവിടെ വന്ന് പൈസയും വാങ്ങിച്ച് ഞങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം നീ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രംപ്. അതിനേക്കാളും പ്രധാനം സൗദിയുടെ പ്രഷറാണ്. സൗദി പറഞ്ഞിട്ടാണല്ലോ ഈ ചന്തു നായർ പെട്ടെന്ന് കേട്ട വിശ്വസിക്കില്ല. സൗദി ഓക്കെ ചെയ്തു ഇറാനെ ആക്രമിക്കാൻ. അങ്ങനെ ഒരു സംഭവമുണ്ട്. സൗദിക്ക് ഇഷ്ടമാണ് ഇറാൻ പോയാൽ. സൗദി ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ യുദ്ധത്തിന്. അല്ല, യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതെല്ലാം ഈ ജിയോ പൊളിറ്റിക്സ് ഒരുപാട് ഇതുണ്ടല്ലോ, ആർട്ടിക്കിൾ വായിച്ചാൽ മതി. അപ്പൊ ഈ ട്രംപിന്റെ ട്രാപ്പില് അതൊരു ട്രാപ്പാണ്. ഈ ചന്തു നായർ പറഞ്ഞത് കറക്റ്റാണ്. ഈ ട്രംപിന് ലോകത്തിൽ ആരോടും സ്ഥിരമായ സ്നേഹവും ഇല്ല, സ്ഥിരമായി ശത്രുതയില്ല. അത് കറക്റ്റ്. ഇത് ചാൾസ് ഡിഗാൾ പറഞ്ഞതാണ് അവിടെ. അപ്പം നമ്മളും അതും ചെയ്താൽ പോരെ, ഇന്ത്യക്കാരും അത് ചെയ്താൽ മതി. നമുക്ക് ഇറാനുണ്ട് ശത്രുതയൊന്നുമില്ല, എന്നാൽ അമേരിക്ക നമ്മുടെ ഫ്രണ്ടും ഇല്ല. അതേസമയം പാകിസ്ഥാൻ നമുക്ക് എതിരാളി തന്നെയാണ്.